ലച്ചു ലച്ചു നേരെ 7 മണി കഴിഞ്ഞു. എണീക്കണില്ലേ മോനെ? ആദി ലച്ചുനൊന്ന് വിളിച്ചേ. ചേച്ചി ചേച്ചി അമ്മ വിളിക്കണ്ട്. നീക്ക് ചേച്ചി, നീക്ക് അമ്മ. ചേച്ചി നീക്കില്ല. എന്നാ നീ പോയി കുളിക്ക്. അവളവിടെ കിടക്കട്ടെ. എത്ര പറഞ്ഞാലും കേക്കൂല. ലച്ചു അല്ല, നമ്മളെ രവിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. കടയിലുണ്ടാവും. ഞാനവിടെ പോയിരുന്നു. അവിടെ ഇല്ലല്ലോ. കടയിലില്ല, വീട്ടിലുണ്ടാവും. ഞാൻ കണ്ടോളാം. എന്താടോ ഈ വൈകിയത്? ഞാൻ വരുന്ന ഒരിക്കൽ ഒരാളെ കാണണ്ടിരുന്നു, അതാ. രവി, നിന്നെ ചോദിച്ചാ മണി വന്നിരുന്നല്ലോ. ഏത് മണി? ആ ചെമ്പമണി. എന്താ രവി ഈ നോക്കി നിൽക്കണ്? ആ ചാക്കൊക്കെ നടിച്ചു പെറുക്കി വെക്ക്. സേദിക്ക, ഒരു 1/2 കിലോ പഞ്ചസാര, 1/2 കിലോ ചായപ്പൊടി, ഒരു കടുകിൻ്റെ പാറ്റ്. രവിയെ, അതെടുത്തു കൊടുക്ക്. എന്താ രവി ഈ കാണിക്കണത്? അതൊക്കെ ആകെ പരത്തി ഒരു ശ്രദ്ധ ഇല്ലാതെ എന്തേം കാട്ടി. അതൊക്കെ വേഗം എടുത്ത് കൊടുക്കാൻ കണ്ടു. എത്രേ? 90 റുപ്യ. സീതാക്ക, ഒരു 2000 റുപ്യ തരുമോ? എന്തിനാ 2000 റുപ്യ? ഇതിപ്പോ കൊറേ ആയല്ലോ വാങ്ങിക്കൂട്ടണ്. അതൊന്നും തിരിച്ചു കിട്ടണില്ലട്ടാ. തരും തരും. ഞാനിപ്പോ കുറച്ച് ബുദ്ധിമുട്ടില്ല, അതാ. ശരി, എന്നാ പൈസ ഇതൊക്കെ ഞാൻ ശമ്പളത്തിൽ നിന്ന് കുറക്കൂട്ടോ. മണി, ഞാൻ 2-3 ദിവസമായി നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. മണിയെ, ഇന്ന് പൈസ കിട്ടിയിട്ടില്ല. നാളെ എന്തായാലും ഞാൻ തരാം. ഇതിപ്പോ അവധി ഒരുപാടായി. ഇനിയൊരു അവധി തരാൻ പറ്റില്ല. എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. കാശ് എടുക്കടോ. എനിക്കൊരാൾ കുറച്ച് പൈസ തരാണ്ട്. അത് നാളെ തരാന്നാ പറഞ്ഞത്. നാളെ എന്തായാലും ഞാൻ തരാം. നാളെ ഒരൊറ്റ ദിവസം കൂടി. അത് കഴിഞ്ഞാൽ മണികണ്ഠന്റെ തനി സ്വഭാവം നീ അറിയും. ദീപം ദീപം ദീപം. അമ്മേ, അച്ഛൻ വന്നോ? ആദിക്കുട്ടാ. അച്ഛാ, അമ്മയ്ക്ക് കൊടുക്ക. പിന്നെ ഇതെന്റെ മോക്ക്, ലച്ചു മോക്ക്. എന്താ മോക്ക് മാത്രം ഒരു അതായത് സമ്മാനം? ഇന്ന് എന്റെ മോളെ പിറന്നാളല്ലേ, അപ്പൊ ഇന്ന് അച്ഛന്റെ വക മോൾക്ക് ചെറിയൊരു സമ്മാനം, ഒരു മൊബൈൽ ഫോണ്. താങ്ക് യു അച്ഛാ. അച്ഛന്റെ പിറന്നാളിന് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. അച്ഛന്റെ സമ്മാനം മക്കൾ തന്നെയല്ലേ? പിന്നെ വരും, കുളിക്കണ്ടേ? നിന്റെ പിറന്നാളുണ്ടാ. ഇന്ന് ഞാൻ പൊളിക്കും. നീ 3-4 ദിവസമായാലും എവിടെ നിന്ന് പൊളിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് പണിയൊന്നുമില്ലേ? പണിക്കുവേ, എന്റെ പട്ടിയാവും പണിക്ക്. ഒരു സെക്കൻഡ്. അതെ,
ഒരു മിനിറ്റ് എന്നാലും പറഞ്ഞതിന് മറുപടി കൊണ്ടുവിടൂ. എന്തെങ്ങനെ കാര്യം അപ്പോൾ നാളെ കാണട്ടോ. എൻ്റെ ഒരു കാര്യം എടാ സുധിയെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിന്റെ തടി കടാവട്ടാ. അളിയാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിൽ വലിയൊരു മനസ്സുഖം അത് നിനക്ക് മനസ്സിലാവില്ല. പൈസ മുഴുവല്ലേ? ഇനി പൈസയ്ക്ക് ആവശ്യം വന്നാൽ വിളിക്കാം. വിളിക്കണമെന്നില്ല, തരൂല. ലച്ചു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാലും അതിലിങ്ങനെ തോണ്ടിയിരുന്നു. എല്ലാത്തിനും അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. വന്നിരുന്ന് വല്ലതും പഠിക്കു വേണേ. അമ്മേ, അച്ഛൻ വന്നു. എന്തേ മൊബൈൽ കളിച്ചിരിക്കുക? പഠിക്കാനൊന്നുമില്ലേ? ആ ഉണ്ടച്ചാ. ഇന്നെന്താ വൈകിയേ? 1-2 പേരെ കാണാണ്ടായിരുന്നു, അതാ വൈകി. എന്തോ പറ്റി? ഇന്ന് നല്ല ക്ഷീണുണ്ടല്ലോ. ഏയ് ക്ഷീണമൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നല. പലിശക്കാരന് പൈസ കൊടുത്തോ? അയാൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു. അതേ കൊടുത്തു. ഞാൻ കാലത്ത് കടയിൽ പോണ വഴിക്ക് അയാളെ കണ്ടിരുന്നു. ഹാജരായിരുന്ന പൈസ വാങ്ങിയത്. മൂപ്പർക്ക് അടുത്ത മാസം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഒരു മാസം സമയമുണ്ടല്ലോ, അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. ഈ ദുരിതമൊക്കെ എന്ന് തീരുവിൻ്റെ ഈശ്വര, ആലോചിച്ചിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല. നീ വല്ലാതെ ആലോചിക്കാതെ കുറച്ച് വെള്ളം എടുത്ത് കുളിക്കാം. അമ്മേ, ഞാൻ പോവാ. നിക്ക്, അച്ഛൻ്റെ ഒപ്പം പോവാം. ആ, അച്ഛൻ വന്നോളൂ. എനിക്ക് നേരം വൈകി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മോള് പോയ സമയം? ആ, അവള് പോയി. വേഗം ചെല്ല്, നാളെപ്പം എത്താം. എന്തെങ്കിലും കൊണ്ടുവരണോ? വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ഇങ്ങോട്ട് നോക്കടാ, എന്താ രസല്ലേ. ഇതൊന്നും കണ്ടു നോക്ക്. പിന്നെ ഒന്ന് നിന്നേ. ഒന്ന് താടോ, കൊണ്ടോടോ ഒന്ന്. ഒറ്റൊന്ന് പ്ലീസ്. ചോദിച്ചിട്ടല്ലേ എന്താ പരിപാടി? എന്താ പറഞ്ഞ? ഇയാള് ഇന്ന് എന്നെ ശല്യപ്പെടുത്തും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഏടാ സുധി, ഹലോ, ആണോന്ന് കേക്കില്ല. ഫ്ലൈയിങ് കിസ് വേണല്ലോടാ. ഞാൻ തരാടാ. ഹോട്ടലിടെ പെൺകുട്ടികളെ മാനം മര്യാദയ്ക്ക് വഴി നടത്താൻ സമ്മതിക്കില്ല. ഫ്ലൈയിങ് കിസ് പിടി. വണ്ടിയിട്. നിനക്ക് അങ്ങനെ തന്നെ ഇടാം, വൃത്തിയിട്ടവനെ. നടക്ക്. നിനക്ക് തന്നെ മുന്നേ പറഞ്ഞോളൂ അച്ഛനോടൊക്കെ. അല്ല സുധിയെ, അണക്ക് കിട്ടിയൊന്നും പോരെ. ഇതൊക്കെ എന്ത്? അയ്യോ, അല്ലടാ, ഈ ആരോടാ ഈ ഫ്ലൈങ് കിസ് ചോദിച്ചു? ഇതേതാ വകുപ്പ്? അത് വകുപ്പ് വേറെടാ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു മയം കോണില്ലാത്ത തെണ്ടിക. അമ്മേ, സീതാക്ക, ഞാൻ നാളെ രാവിലെ വരില്ല കേട്ടോ, ഉച്ചയാവും. അതെന്താ രവി, നാളെ രാവിലെ എന്താ പ്രശ്നം? നാളെ അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. അമ്പലത്തിലോ? എന്താ ഇപ്പൊ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? നാളെ എൻ്റെ പിറന്നാളാ. ആ, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ രാവിലെ ഈ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം വലിയ പ്രശ്നമാണ്. എന്തായാലും നേരത്തെ വരാൻ നോക്ക്. രവേട്ടാ, ചെലവുണ്ട് കേട്ടോ. ഇപ്പം മൊത്തത്തിലാകെ ചെലവനല്ലേ. ഹലോ,
ആ ആ ഉണ്ട്, കൊടുക്കാം. രവിയേ, ആ ഫോൺ എനക്കാ. ആരാ ഇതൊക്കെ? എൻ്റെ പൊരേന്നാ. ഹലോ, ആ എന്താ സുമേ? രവി, എന്താ പ്രശ്നം? എന്താ രവേട്ട, എന്താ പ്രശ്നം? എന്തേടാ? എന്താ പ്രശ്നം? എൻ്റെ മോള് മോള് അവരെ വിളിക്കേ. സാറ് വിളിക്കുന്നു. എവിടെടാ അവള്? ആര് സാറേ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എനിക്കൊന്നും അറിയില്ല. ഇവരെ മകൾ എവിടെയാന്നാ ചോദിച്ചത്. എനിക്കറിയില്ല സാറേ. നിങ്ങൾ പരാതി പറഞ്ഞ ആൾ ഇവൻ തന്നെയല്ലേ? ആ സാർ. പറയടാ, ഇവരെ മകളെ നീയല്ലേ കൊണ്ടുപോയത്? സാർ, ഞാൻ ആരെയും കൊണ്ടുപോയിട്ടില്ല. ദിവസം ഇവരുടെ മകളെ ശല്യം ചെയ്യാറുണ്ടെന്ന് ഇവര് പറഞ്ഞല്ലോ. ഞാൻ ആരും ശല്യം ചെയ്യലില്ല. നോക്കി നിൽക്കാറാ പതിവ്. വഴിയെ പോകുന്ന പെൺകുട്ടികളെ നോക്കി നിൽക്കാറാണ് നിന്റെ പതിവ്? ആണടാ. സാറേ, ഞാൻ ഹലോ, ആ യെസ് പറയൂ. എവിടെയാ? ആ ആ ആ ഓക്കെ. രവി, നിങ്ങളുടെ മകളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തു. കൂടെ വേറൊരുത്തനും ഉണ്ട്. വണ്ടി എടുക്കടോ. ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ നിങ്ങളെ മകളെ കൊണ്ടുപോയില്ലാന്ന്. ഈ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു. ഇവൻ നിന്റെ ആരാണ്? നിന്നോടാ ചോദിച്ചത്. ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ ഇവരോ? ചോദിച്ച കേട്ടില്ലടി, ഇവരൊക്കെ ആരാന്ന്? അച്ഛനും അമ്മേ. അപ്പൊ ഇവരെ നീ സ്നേഹിക്കുന്നില്ലേ? 10-18 വർഷം നിന്നെ നോക്കി വളർത്തിയ നിന്റെ അമ്മയെ, നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരെ നിൽക്കാത്ത നിന്റെ അച്ഛനെ നീ സ്നേഹിക്കുന്നില്ലേ?
ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനെതിരേൽക്കില്ലായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞാനിവരാരെ അറിയിച്ചില്ല ഇതുവരെ. ഇതാണ് മക്കളെ വഴിതെറ്റിക്കുന്നത്. അച്ഛൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാടുകൾ മക്കളറിയണം. അവരാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കരുത്. ഇന്ന് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കഷ്ടപ്പാട് അറിയാതെ മക്കളെ വളർത്തുന്നതാണ്. മക്കളൊരു മൊബൈൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കും. എന്നാൽ അതിലാരൊക്കെ വിളിക്കുന്നു, ആരൊക്കെ മെസ്സേജ് അയക്കുന്നു, നിങ്ങളടക്കമുള്ള മാതാപിതാക്കൾ ആരും അത് അന്വേഷിക്കാറില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കിന്ന് വരില്ലായിരുന്നു. നിന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും മാതാപിതാക്കളാവണം. അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയും മാനനഷ്ടവും. ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണം. മോളെ, നീ എന്ന് പറഞ്ഞില്ലേ ഈ അച്ഛനൊരു സമ്മാനം തരാന്ന്? അത് ഇത്രയും വലിയൊരു സമ്മാനമാണെന്ന് അച്ഛൻ കരുതിയില്ല മോളെ. നാളെ അച്ഛൻ്റെ പിറന്നാളാ. ലോകത്തൊരു അച്ഛനമ്മയ്ക്കും ഇങ്ങനൊരു സമ്മാനം കിട്ടാതിരിക്കട്ടെ. വാ.